ഓണമെത്തിയിട്ടും പ്രവാസി പെൻഷൻ വിതരണം ചെയ്തില്ല. 3 മാസത്തെ കുടിശ്ശിക നിലനിൽക്കെ പ്രവാസികൾ പ്രതിഷേധവുമായി തെരുവിലേക്ക്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച പ്രവാസികൾക്ക് ലഭിക്കുന്ന പെൻഷൻ തടഞ്ഞുവെച്ച കേരള സർക്കാർ നടപടിക്കെതിരെയാണ് പ്രവാസികൾ പ്രതിഷേധിച്ചത്. കേരള പ്രവാസി സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് വേദിയൊരുക്കിയത്. പ്രവാസി ക്ഷേമനിധിയിൽ 5 വർഷത്തിലധികം ആദായാംശം അടച്ചവർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. മിനിമം 3000 മുതൽ 7000 രൂപ വരെ പ്രതിമാസം കൃത്യമായി പെൻഷൻ കിട്ടിയിരുന്നവർക്കാണ് സംസ്ഥാന ഭരണമാറ്റത്തിന് ശേഷം 3 മാസം കുടിശ്ശികയുള്ളത്. ചമ്രവട്ട ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KTO ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് MK സുരേഷ് ബാബു അഭിവാദ്യം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സക്കരിയ പെരുമ്പടപ്പ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സക്കരിയ പൊന്നാനി, ട്രഷറർ M മുസ്തഫ എന്നിവർ സംസാരിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റുമാരായ CP സക്കീർ, സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറിമാരായ നാസർ പട്ടാടി, EN ശ്രീരാജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CV നാസർ, ഗഫൂർ, കുഞ്ഞുമൊയ്തീൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 10 വർഷക്കാലം പ്രവാസികൾക്ക് അതാത് മാസങ്ങളിൽ കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷനുകളും അതുപോലുള്ള മറ്റു ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇന്ന് ലഭിക്കാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. അംശാദായം കൃത്യമായി അടച്ച് കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരുവിധ മുടക്കവും കൂടാതെ അവരുടെ കൈകളിലെത്തിയിരുന്ന ക്ഷേമ പെൻഷൻ സഖാവ് VS-ന്റെ ഗവൺമെന്റാണ് പ്രവാസികൾക്ക് ഈ രാജ്യത്ത് ആദ്യമായി ക്ഷേമ പെൻഷൻ കൊണ്ടുവരുന്നത്. ഈ കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന സംഘടന ഉണ്ടായതിനു ശേഷം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്ന പ്രവാസികളെ ഒത്തുകൂടി അവർക്കൊരു സംഘടന ഉണ്ടാക്കി അവർ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ അണിനിരത്തി പോരാട്ടങ്ങളിലൂടെ അവർ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് VS സർക്കാരിന്റെ കാലത്ത് നേടിയെടുത്ത 500 രൂപയുടെ പെൻഷൻ പദ്ധതി പിന്നീട് വന്ന UDF സർക്കാർ കിട്ടിയില്ല എന്ന് മാത്രമല്ല അതിന്റെ പിറകിൽ അടയിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ വീണ്ടും വന്ന ഇടതുപക്ഷ സർക്കാർ അത് പടിപടിയാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് 3500 മിനിമം പെൻഷനും അതുപോലെ തന്നെ 7000 രൂപ വരെ മാക്സിമം പെൻഷൻ കൊടുക്കുന്ന ബൃഹത്തായ പ്രവാസികളുടെ പദ്ധതിയാക്കി മാറ്റി. എന്നാൽ ആ പദ്ധതിക്കകത്ത് തന്നെ ചികിത്സാ സഹായം, മരണാനന്തര സഹായം, വിവാഹധന സഹായം, മറ്റ് സഹായങ്ങളെല്ലാം നൽകുന്നുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 10-15 ദിവസത്തിനുള്ളിൽ ആ സഹായങ്ങളുടെ അപേക്ഷകൾ മുഴുവൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ നോർക്ക സെന്ററിനകത്തും കെട്ടിക്കിടക്കുകയാണ്.